ഹലോ സുഹൃത്തുക്കളെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങളാണ് പറഞ്ഞു തന്നെ. ഓട്ടോറിക്ഷ ഓടുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ ഓട്ടോറിക്ഷയിലായാൽ ഒന്നാമതായി നമുക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാം, നേരത്തിന് നിസ്കരിക്കാം, എല്ലാ പരിപാടിക്കും കൂടാം. സൽക്കാരത്തിന് കൂടാം, തക്കാലത്തിന് കൂടാം, മുടിയാഴ്ചലിന് കൂടാം, എല്ലാ പരിപാടിക്കും കൂടാം. നല്ല ഉഷാറായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് കണ്ട് ജീവിക്കാം. വേണ്ട നീ നിർത്തിയിട്ട് കണ്ട് ഇന്ന് ഞാൻ ലീവാന്ന് പറഞ്ഞാൽ ആരും ബോധിപ്പിക്കണ്ട. അപ്പോൾ പകരം ആരെങ്കിലും നമ്മളൊപ്പമുള്ള നമ്മളെ ചങ്ക് സുഹൃത്തുക്കളുണ്ടാവും, ഓലൊക്കെ വിട്ടാൽ മതി. ഇനി സ്ഥലത്തേക്ക് പോയിക്കാരണം ഓല് പോകട്ടോ. നമ്മളെ ജീവിതം ലാവിഷാക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഓട്ടോറിക്ഷ പണി പോലത്തെ പണി നല്ല റിച്ചായ പണി വേറെ നല്ല ലാവിഷായ ജോലിയാണ്. നമുക്ക് എപ്പം വേണമെങ്കിൽ നിർത്താം, എപ്പം വേണമെങ്കിൽ തുടങ്ങാം. ചങ്ങായിമാർ വെച്ചുകൊണ്ട് ഇന്ന് ടൂറോ പോലെ ചപ്പം പോകാം. പിന്നെ എപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയാലും ഇനിയിപ്പോൾ ഉച്ചൻ്റെ ശേഷം ഇറങ്ങിയാലും നമുക്ക് വട്ടച്ചെനുള്ള കിട്ടും കേട്ടോ. ഇനി രാവിലെ കുറച്ച് നേരം ഓടിയാലും വട്ടച്ചെനുള്ള കിട്ടും. ഇനി സൽക്കാരം എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിക്കാണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് മീൻ വാങ്ങാനുള്ള പൈസ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ജോലിയാണിത്. ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ വീട്ടിലെല്ലാവരും കട്ട സപ്പോർട്ട് കേട്ടോ. വാപ്പിയമ്മയൊക്കെ കട്ട സപ്പോർട്ടാണ്. അപ്പാനോട് ഞാനിങ്ങനെ തൽക്കാലം നിർത്തുകയാണ് പറഞ്ഞ് ഇങ്ങനെ ഗൾഫിക്ക് പേപ്പറാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇജിപ്പോൾ പോരാനായി ചേച്ചാടന്നോ, പിന്നെ നമുക്ക് മണി വണ്ടി വലുതാക്കി തരാറി. ഞാൻ 2009, 10, 11 കാലഘട്ടം തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് കേട്ടോ. ഇപ്പോൾ 2024, 25 ആനായി. അപ്പം വാപ്പ പേപ്പർ വെച്ച പേപ്പറില്ല, ആണെങ്കിൽ വലിയൊരു ആപ്പൊക്കെ ആക്കി തരാറി. എൻ്റെ അടുത്ത് ചെറിയ വണ്ടിയാണ്, ആപ്പൊക്കെ ആക്കി തരാറി. എന്നാൽ ഞാൻ മാണ്ടാറ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഓടിപ്പോകും കേട്ടോ. പിന്നെ ഉമ്മ ഏതെങ്കിലും പണിക്കോയാൽ പറയും ഇനി വേറെ പണിക്കൊന്നും പോകണ്ട, ഇജ്ജ് ഓട്ടോറിക്ഷ തന്നെ പോയാൽ മതി അറിയും. അപ്പോൾ ഓലൊക്കെ കട്ട സപ്പോർട്ടാട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ജോലിയാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. പിന്നെ ഇതിന് ഞാൻ പോസിറ്റീവ് വശങ്ങളാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളുമായിട്ട് ഞാൻ വേറൊരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നേരത്തെ നിസ്കരിക്കണം കേട്ടോ. നിസ്കരിച്ചാൽ കിട്ടണ ചെറിയൊരു വേതനത്തിനായാലും 500, 600 എത്ര വേതനത്തിനായാലും നമുക്ക് കിട്ടണതിൽ ബർക്കത്തുണ്ടാവും. ആ ബർക്കത്തുണ്ടായ ജീവിതം ലാവിഷായി പോവാം. അതല്ല വെറും ഓട്ടാണ്, നാടും ഇവിടെ നാടും ഓടുകയാണെങ്കിൽ അതിൽ ഇതുണ്ടാവില്ല, പൈസ അങ്ങനെ കണ്ടമാനം അങ്ങനെ പോകും. നമ്മളെല്ലാം നല്ല മട്ടത്തിൽ നമ്മളെ നിസ്കാരമൊക്കെ നല്ല നിർത്തി പോവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല ലാവിഷായി പോകട്ടോ. നമുക്ക് വീണ്ടും ഇതിൻ്റെ മറുവശമായിട്ട് നമുക്ക് വീണ്ടും വരാം. പോസിറ്റീവ് വശമാണ് ഇപ്പോൾ പറഞ്ഞത്, നെഗറ്റീവ് വശമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവും. ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഷിയാബ് ഗ്യാപ്പി തറയിട്ടാൽ.